Hi students, self-help exam എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ സെൽഫ്-ഹെൽപ്പ് എക്സാം ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ലിസ്ണിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലിസ്ണിംഗിൽ എന്തെല്ലാം ടാസ്കുകളാണുള്ളത്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൻ്റെ അകത്തെല്ലാം എത്ര ടാസ്കുകളുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര സമയമാണുള്ളത് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഓരോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സെൽഫ്-ഹെൽപ്പിന്റെ വീഡിയോസ് കാണുന്നവരോട് ഞാൻ പറയാണ്, സെൽഫ്-ഹെൽപ്പ് എക്സാം നമ്മൾ കാനഡയിൽ പഠിക്കാൻ പോകാനായിട്ടോ അല്ലെങ്കിൽ മൈഗ്രേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പൊ നമുക്കത് ഓസ്ട്രേലിയയില് DHA അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഓസ്ട്രേലിയയിൽ നമുക്ക് PR വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇമിഗ്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് സെൽഫ്-ഹെൽപ്പ് എക്സാം യൂസ് ചെയ്യാവുന്നതാണ്. സോ സെൽഫ്-ഹെൽപ്പ് എക്സാമിന് നമുക്ക് നാട്ടില് സെന്റേഴ്സ് ഉണ്ട്. സോ സെൽഫ്-ഹെൽപ്പ് എക്സാം എന്താണ്, എക്സാം റേറ്റ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ പഴയ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് 4 പാർട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഈ സെൽഫ്-ഹെൽപ്പ് എക്സാം എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആൻഡ് സെൽഫ്-ഹെൽപ്പ് എക്സാം ഇപ്പൊ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, PT എക്സാം ആണോ അതോ സെൽഫ്-ഹെൽപ്പ് ആണോ എളുപ്പം എന്നുള്ളത്. ഫസ്റ്റ് ഇത്രയും ഒരുപാട് എക്സാംസ് ഉണ്ട്. IELTS ഉണ്ട്, ലാംഗ്വേജ് സെർച്ച് ഉണ്ട്, സെൽഫ്-ഹെൽപ്പ്, PT, TOEFL, പിന്നെ ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്ട്ലി വരുന്നതും ക്രാക്ക് ചെയ്യാനായിട്ടും ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം PT ആണ്. പക്ഷെ നിലവില് PTയുടെ സ്കോറിംഗ് അത്ര ആക്യുറേറ്റ് ആവുന്നില്ല. നമ്മൾ ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ആവും. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ അത് സെൽഫ്-ഹെൽപ്പ് തന്നെയാണ്. സെൽഫ്-ഹെൽപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എളുപ്പമാണ്. ഓൾമോസ്റ്റ് PTയുടെ അത്രയും തന്നെ എളുപ്പമാണ്. PT എക്സാം ഒരു 100% എളുപ്പമാണെങ്കിൽ സെൽഫ്-ഹെൽപ്പ് എക്സാം ഒരു 99.5% അത് എളുപ്പമാണ്. ആൻഡ് ആകെ സ്കോറിംഗിന്റെ കാര്യത്തിൽ മാത്രമാണ് PT ഇപ്പം അത്ര ആക്യുറേറ്റ് ഇല്ല. ഇപ്പം നിലവില് അത് അവർ ഫിക്സ് ചെയ്യും. പക്ഷെ സെൽഫ് സ്കോറിംഗ് ഒക്കെ ഭയങ്കര ആക്യുറേറ്റ് ആണ്. ആൻഡ് സെൽഫ് എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അതിനകത്ത് കുറെ ടിപ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പണ്ട് നമ്മൾ PTയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് സെൽഫ്-ഹെൽപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ IELTS ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് വേണം, ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പലതും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതാണ് IELTS. അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പം IELTS ചൂസ് ചെയ്യാത്തത്. ആൻഡ് IELTSന്റെ സെയിം എക്സാം ആണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ലാംഗ്വേജ് സെർട്ട്. ലാംഗ്വേജ് സെർട്ട് IELTS നമ്മളൊരു വ്യത്യാസം എന്താ വെച്ചാൽ ലാംഗ്വേജ് സെർട്ട് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പം സെൽഫ്-ഹെൽപ്പ് പക്ഷെ നല്ല ഡയറക്റ്റ് എക്സാം ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. അതിനകത്ത് ഒരു ടാസ്കും ഭയങ്കര സിമ്പിൾ ആണ്, വലിയ ടാസ്ക് ഒന്നുമില്ല. അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണ് നിങ്ങൾ, അത്യാവശ്യം പ്രൊഫഷൻ സ്കോർ ഓർ എബോ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സെൽഫ്-ഹെൽപ്പ് എക്സാം ചൂസ് ചെയ്യുക. നിങ്ങൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ്, നിങ്ങളൊരു കോമ്പീറ്റന്റ് സ്കോർ അല്ലെങ്കിൽ വൊക്കേഷണൽ സ്കോർ ആണ് എയിം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ PT സ്കോർ ചെയ്യാം, PTക്ക് അപ്ലൈ ചെയ്യാം. സെൽഫ്-ഹെൽപ്പ് എക്സാമിന് നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ടിപ്സ് എന്താ വെച്ചാൽ, ഏറ്റവും ഫസ്റ്റ് കാര്യം, നിങ്ങൾ സെൽഫ്-ഹെൽപ്പ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സെൽഫ്-ഹെൽപ്പിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടേതായ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ PTക്കൊക്കെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെൽഫ്-ഹെൽപ്പിന്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 2 ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ PTക്ക് അതൊക്കെ അത് പെയ്ഡ് ആണ്. അതിന് ഒരു എക്സാമിന് ഒരു മോക്ക് ടെസ്റ്റിന് 5000-6000 രൂപയാണ്. ഇത് 2 എക്സാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത് നിങ്ങൾ എക്സാമിന് മുന്നേ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 2, എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിന്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതെന്താ മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, സെൽഫ്-ഹെൽപ്പിന് സ്റ്റഡി മെറ്റീരിയൽസ് കുറവാണ്. അപ്പം PTക്ക് നമുക്ക് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ സെൽഫ്-ഹെൽപ്പിന് അത്രയും ഇല്ല, വളരെ ലിമിറ്റഡ് മാത്രമേ പ്രാക്ടീസ് പോർട്ടലുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ഉള്ള പോർട്ടലുകളുടെ അകത്താണെങ്കിൽ ഇച്ചിരി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കറക്റ്റ് അതിന്റെ ഫോർമാറ്റുകൾ എങ്ങനെയാണ്, ഓരോന്നിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്,
അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇത് പറഞ്ഞ പോലെ ഒരു ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പിങ്ങും അതിനെ കുറിച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആൻഡ് ഒരു എബോവ് ആവറേജ് സ്റ്റുഡന്റിന് എപ്പോഴും ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അത്യാവശ്യം നമുക്ക് ടൈപ്പിംഗ് ഒക്കെ ചെയ്ത് സ്പീഡ് കൂട്ടാവുന്ന കാര്യമാണ്. പിന്നെ PT എക്സാമിന് ഒക്കെ നമ്മൾ ഒരു എക്സാം സെന്ററിനകത്ത് 10-15 ആളുകളല്ലേ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സെൽഫ് എക്സാം ഒരു ഹോളിൽ ഒരു എക്സാം ഹോളിൽ മിനിമം ഒരു 10 പേരെങ്കിലും ഒരു എക്സാം ഹോളിൽ ഉണ്ടാകും. ആൻഡ് അതുകൊണ്ട് തന്നെ സ്പീക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനാണെങ്കിലും അടുത്തുള്ള ആളുകളും അതേ സമയത്ത് സ്പീക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അവരുടെ ശബ്ദം കേട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് നോയ്സി ആയിട്ടുള്ള എൻവയറമെന്റിന്റെ അകത്ത് ഇരുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒന്നുകിൽ TV ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ പിള്ളേരുടെയൊക്കെ മേളത്തിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നോട്ട് ടേക്കിംഗ്. ഇതിന്റെ അകത്ത് നോട്ട് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PT ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലിസ്ണിങ്ങിനൊന്നും അധികം നോട്ട്സ് എടുക്കേണ്ട, ചില ടാസ്കുകൾക്ക് മാത്രം നോട്ട്സ് എടുത്താൽ മതിയായിരിക്കും. പക്ഷെ കാരണം അത്രയും ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് നോട്ട് ടേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ടേക്കിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നോട്ട് ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നോട്ട് ടേക്കിംഗ് എടുക്കുമ്പോഴാണേലും എല്ലാം ഇരുന്ന് എഴുതാൻ ശ്രമിക്കരുത്. നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരു ഓഡിയോ കിട്ടുമ്പം എല്ലാം ഇരുന്നൊക്കെ എഴുതാൻ ശ്രമിക്കരുത്. അതിനകത്ത് മെയിൻ ഐഡിയാസ് മാത്രം എഴുതുക. ആൻഡ് എഴുതുന്നതാണേലും കുറെയൊക്കെ ഷോർട്ട് ഫോമുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് ഫോമിൽ, അതായത് നമ്മൾ മനസ്സിലായി നമ്മളുടെ നോട്ട്സ് ആണ്, അത് വേറെ ആർക്കും നമ്മൾ വായിക്കാൻ കൊടുക്കില്ല. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏത് ഭാഷയിലും നമുക്കത് എഴുതാം. ഇത് ഇംഗ്ലീഷിലോ മലയാളമോ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് നിങ്ങൾ എഴുതിയിരിക്കും. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പടം വരച്ചു വെക്കുമ്പോഴായിരിക്കും മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ട്രയാങ്കിൾ എന്നൊരു വേർഡ് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ എന്ന് വരച്ചു വെച്ചാൽ മതി. ചിലപ്പോൾ ഫുൾ നമ്മളിത് എഴുതണ്ട. അല്ലെങ്കിൽ THE എന്ന് ചിലപ്പോൾ എഴുതണ്ട, ചിലപ്പോൾ നമ്മൾ D എന്ന് മാത്രം എഴുതുമായിരിക്കും. അപ്പൊ പല ആളുകൾക്കും therefore ഒരു 3 ഡോട്ട്. അപ്പൊ കുറച്ച് ഷോർട്ട് ഫോംസുകൾ പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നോട്ട് ടേക്കിംഗ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നോട്ട് ടേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ എങ്ങനെ നോട്ട്സ് എടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം എഴുതി വെച്ച സാധനം പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മൾ എന്ത് എഴുതി വെച്ചാലും അത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അടുത്ത വെച്ചാല് നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ലിസ്ണിങ്ങിന്റെ ഒക്കെ ഓഡിയോസ് നമുക്ക് ഒരു തവണയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഡീവിയേറ്റ് ആകരുത്. കാരണം PT എക്സാമിന്റെ അകത്തൊക്കെ നമുക്ക് ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ലിസ്ണിങ്ങിന്റെ ടാസ്ക് ചെയ്ത പറ്റത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ലിസ്ണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഓഡിയോ നമ്മൾ കെയർഫുൾ ആയിട്ട് കേട്ട് നോട്ട്സ് എഴുതി വെക്കണം. കാരണം ഓഡിയോ കേട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഓപ്ഷൻസും കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഭയങ്കര കെയർഫുൾ ആയിട്ട് കേൾക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. പിന്നെ ഉള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. ഓരോ ടാസ്കിനും ഒരു ഫിക്സഡ് സമയങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. പ്രത്യേകിച്ച് റീഡിങ്ങിന്റെ അകത്ത് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാം. റീഡിങ്ങിന്റെ അകത്താണ് പലപ്പോഴും നമ്മളത് ഇരുന്നങ്ങ് വായിച്ചു പോകുന്നത്. അതൊക്കെ PT-ക്കകത്താണെങ്കിലും എല്ലാത്തിൻ്റെ അകത്തും ലാംഗ്വേജ് ആണെങ്കിലും എല്ലാത്തിൻ്റെ അകത്തും ടൈം മാനേജ്മെന്റ് റീഡിങ്ങിന് അത്യാവശ്യം വേണം. ആൻഡ് ഇവിടെ ലിസ്ണിങ്ങിനാണെങ്കിലും ടൈം നമുക്ക് ഒരു ഫിക്സഡ് സമയം ഉണ്ടായിരിക്കും. അത് മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകണ്ട. കാരണം ആ സമയം നമുക്ക് ഒരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ. ആൻഡ് ഇൻ കേസ് ചിലപ്പോൾ ചില ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ഗസ് ചെയ്യുക. കാരണം നമ്മള് പിന്നെ അത് ആലോചിച്ചിരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ. പിന്നെ റൈറ്റിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ റൈറ്റിങ്ങിന്റെ അത് ഞാൻ പറഞ്ഞ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന് സ്പെൽ ചെക്ക് ഉണ്ട്. മറ്റേതൊക്കെ നമുക്ക് അയ്യോ സ്പെല്ലിംഗ് അറിയില്ല മിസ്സേ, കുറെ കാലമില്ലേ പഠിച്ചിട്ട് അപ്പൊ സ്പെല്ലിംഗ് ഒന്നും അറിയില്ല എന്നുള്ളൊരു ടെൻഷൻ എല്ലാ കുട്ടികൾക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് സ്പെൽ ചെക്ക് ഉണ്ട്. റൈറ്റിങ്ങിന്റെ ടാസ്കുകൾ വരുന്നതിനൊക്കെ നമുക്ക് സ്പെൽ ചെക്ക് ഉണ്ട്. അപ്പൊ നമ്മളൊരു സാധനം തെറ്റിയാൽ അവിടെ ഒരു അണ്ടർലൈൻ വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു ടിപ്പ് എന്താ വെച്ചാല് നമുക്ക് ഇവിടെ നമുക്ക് റൈറ്റിങ്ങിന്റെ അകത്ത് നമുക്ക് വരുന്നത് എന്താ ഇമെയിലും റെസ്പോണ്ടേഴ്സ് സർവേ ആണ്. അപ്പൊ നമുക്ക് അതിന് മേലെ നമുക്ക് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാരണം എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരു യൂണിവേഴ്സൽ ടെംപ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇതിന് പ്രാക്ടീസ് പോർട്ടലുകൾ വളരെ കുറവാണ്. ആൻഡ് അതേപോലെ ക്വസ്റ്റ്യൻസ് ഉള്ള പോർട്ടലിൽ ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പൊ ഇപ്പം നമ്മൾ സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മളല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് പറയുക മാത്രം ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചൊന്ന് കേട്ട് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഫ്ലോസ് എന്തൊക്കെയാണ്, നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരുപാട് സ്പീഡിലാണോ സംസാരിക്കുന്നത്, നമ്മൾ സ്പീഡ് കുറച്ചാണോ സംസാരിക്കുന്നത്, ശബ്ദത്തിൽ ഒരു മിനിമം ആ ഒരു ശബ്ദത്തിലല്ലേ പറയുന്നത്, ഒരുപാട് ലാഗ് ഉണ്ട്, ഒരുപാട് എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഫുൾ ഉള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിപ്പോ ഞാൻ പറഞ്ഞ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും അധികം പോർട്ടലുകൾ ഇല്ലാത്തത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു ടൈമർ എടുക്കുക. ടൈമർ ഓൺ ചെയ്തിട്ട് ടൈം നോക്കുക, നമ്മൾ എത്രത്തോളം സമയം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പല പ്രാക്ടീസ് പോർട്ടലിന്റെ അകത്തും ഉള്ള പ്രാക്ടീസ് പോർട്ടലിന്റെ അകത്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈമർ അവിടെ കാണിക്കുന്നില്ല. അപ്പം പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ടൈമർ ഓൺ ചെയ്തിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് CLP 7, 8, 9, 10 നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു എക്സാം ആവുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല. പല കുട്ടികൾക്കും സംഭവിക്കുന്ന വെച്ചാൽ PT നമ്മൾ ചിലപ്പോൾ ഫുൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് സ്കോർ കുറയും. ഫോർ എക്സാമ്പിൾ 3 90 ആവുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരെണ്ണത്തിന് 72 കിട്ടും. നെക്സ്റ്റ് ടൈം ആ കുട്ടി എക്സാം ചെയ്തപ്പോൾ ബാക്കി 3 വേറെ 3 90 കിട്ടും, വേറൊരെണ്ണത്തിന് 72 കിട്ടും. അപ്പൊ നമുക്ക് അത് ചിലപ്പോൾ പല കുട്ടികൾക്കും അത് കോൺഫിഡൻസ് പോകാറുണ്ട്. ആ ഇഷ്യൂസ് ഒക്കെ വേഗം തന്നെ സോൾവ് ആവും. അപ്പം അങ്ങനെ കോൺഫിഡൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സ്കോറിങ്ങിനെ വിശ്വസിക്കാനും പറ്റുന്ന ഒരു ഒരു എക്സാം ആണ് സെൽഫ്. സോ ഒരു ആവറേജ് സ്റ്റുഡന്റ്, ഒരു പ്രൊഫഷണൽ സ്കോർ ഓർ ഒരു സുപ്പീരിയർ സ്കോർ ആഗ്രഹിക്കുന്ന ഏത് കുട്ടികൾക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെൽഫ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജാനുവൽ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.